Hi friends, ഞാൻ PC എന്ന് പറഞ്ഞാൽ സൈ ക്രിയേഷൻസ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് സ്നാപ്സീഡിൽ ഇത്തരത്തിലുള്ള പിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾ സ്നാപ്സീഡ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യണം. സ്നാപ്സീഡ് എന്ന ആപ്പ് ഇല്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നേരെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഫോട്ടോയ്ക്കാണ് ടെക്സ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. താഴെ കുറച്ച് എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പോർട്രേറ്റ് എന്ന എഫക്റ്റാണ്. ഈ പോർട്രേറ്റ് എന്ന എഫക്റ്റ് ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ലുക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു എഫക്റ്റുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം ടൂൾസിൽ പോകണം. അതിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ചെയ്യും. അതിൽ നിങ്ങൾക്ക് പലതരം ഫോണ്ടുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടാമത് കാണുന്ന ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് ടെക്സ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ടെക്സ്റ്റ് ചെയ്യാനായി നേരെ കാണുന്നതിൽ ഈ ഡബിൾ ടാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യാവുന്ന ഒരു ഇത് വരുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നതാണ് ഉത്തമം. കാരണം അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ ലീഫ് എന്നാണ് ടെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് നമുക്ക് ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് കണ്ടാൽ 3D ആയി തോന്നുന്ന ഒരു സ്ഥലത്ത് വേണം വെക്കാൻ. ഞാനിത് ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ഇതിലേക്ക് വരും. എന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന റിവേർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിൽ നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോകണം. അതിൽ നമ്മൾ ചെയ്ത എല്ലാ എഡിറ്റിംഗ് വർക്കുകളും സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 3 ഓപ്ഷൻസ് വീണ്ടും കാണാവുന്നതാണ്. അതിൽ നടുവിൽ കാണുന്ന ബ്രഷ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. താഴെ നമുക്ക് കുറച്ച് ഐക്കൺസ് കാണാം. അതിൽ ഈ കാണുന്ന ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നാലേ നമ്മളെ ടെക്സ്റ്റ് ഈ പിക്കിലേക്ക് വരികയുള്ളൂ. പിന്നെ നമുക്ക് കാണാം 2 ഏരോ മാർക്കുകൾ. ഇതെന്തിനാന്ന് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ അഥവാ ഇതിൻ്റെ എമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുമാണ്. ഇതിപ്പോൾ എമൗണ്ട് കൂടുകയും താഴേക്കുള്ള ഏരോ നിൽക്കുമ്പോൾ എമൗണ്ട് കുറയുകയുമാണ്. ഞാനിപ്പോൾ ടെക്സ്റ്റിൻ്റെ എമൗണ്ട് 0 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ ഇറേസ് ചെയ്ത് കളയണം. ഞാൻ ഇത്തിരി സ്പീഡിലാണ് ചെയ്യുന്നത്, കാരണം വീഡിയോ അധിക നേരം കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൽ എമൗണ്ട് കൂട്ടി നമുക്ക് വേണ്ട സ്ഥലങ്ങൾ വീണ്ടും ഒന്ന് റീടച്ചപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അതിന്മേൽ നിൽക്കുന്നത് പോലെയുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന ടിക്ക് ബട്ടണിൽ ഞെക്കണം. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മുന്നേ കണ്ട പേജിലേക്കാണ് വരിക. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇത് സേവ് ചെയ്ത് അഥവാ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ഇത് മറ്റു സോഷ്യൽ മീഡിയ ഇതിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.